ടോയ്ലറ്റിനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന നമ്മുടെ നാട്ടിൽ അതിനുപയോഗിക്കുന്ന ബ്രാൻഡഡ് ടൈൽസുകൾക്കും ക്ലോസറ്റുകൾക്കും വേണ്ടി കടകൾ തോറും കയറിയിറങ്ങുന്ന നമുക്കിടയിൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ വേണ്ടി അടുത്ത വീടുകളെ ആശ്രയിക്കുന്ന ഒരു കുടുംബം കാണുക. ഇവിടെ ബോളന്തൂർ എന്ന പ്രദേശത്തെ ഒരു ദുരിതക്കാഴ്ച. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ ഇവിടെ 9 മനുഷ്യജീവനുകൾ ഉരുകിയൊലിക്കുന്നു. ഒന്ന് നേരെ നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത, കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ലാത്ത ഈ പ്ലാസ്റ്റിക് ഷെഡിൽ 3 വർഷമായി ബി ഫാത്തിമയുടെ കുടുംബം കഴിയുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ കല്ലടുക്ക ജംഗ്ഷനിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ബോളന്തൂർ എന്ന കുഗ്രാമത്തിലെ സേർക്കള എന്ന പ്രദേശത്താണ് പ്ലാസ്റ്റിക് താർപ്പായ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ കൂരയുള്ളത്. താരതമ്യേന നല്ല നിലയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ കുടുംബമായിരുന്നു ഇവരുടേത്. വിധി ക്യാൻസറിന്റെ രൂപത്തിൽ ബി ഫാത്തിമയുടെ ഭർത്താവ് മുഹമ്മദിനെ പിടികൂടിയപ്പോൾ ചികിത്സക്കായി വീടും സ്ഥലവുമെല്ലാം വിൽക്കേണ്ടി വന്നു. പെരുവഴിയിലായി ഈ കുടുംബത്തിന് ബന്ധുക്കൾ നൽകിയ അല്പം സ്ഥലത്ത് 3 വർഷമായി അവർ ഈ പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നു. ബി ഫാത്തിമക്ക് മൊത്തം 6 മക്കൾ, 4 പെണ്ണും 2 ആണും. 2 പെൺമക്കളെ കെട്ടിച്ചയച്ചു. മൂത്ത മകൻ ഇക്ബാലും ഭാര്യയും 3 പിഞ്ചുമക്കളും. ഇക്ബാലിന്റെ കല്യാണപ്രായമെത്തിയ 2 സഹോദരിമാരും 1 സഹോദരനുമടക്കം 9 പേർ ഈ കൂരയിൽ നെരുങ്ങിക്കഴിയുന്നു. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ സന്ദർശിക്കുന്ന വിവരം മുൻകൂട്ടി അവരെ അറിയിച്ചിരുന്നു. ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ ആ പിഞ്ചുമക്കൾ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു നിന്നു. ക്യാമറ കണ്ട ആ കുരുന്നുകളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അവർക്കറിയില്ലല്ലോ അവരുടെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്ന ക്യാമറയാണെന്ന്. ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന ആ ഉമ്മയുടെ പൊട്ടിക്കരച്ചിൽ ഞങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ദുരിത ജീവിതം നയിക്കുമ്പോഴും അവരുടെ അഭിമാനബോധം, അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ആ ഉമ്മയെ അനുവദിക്കുന്നില്ല. ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ഭാരമാവുകയില്ലായിരുന്നു എന്ന് ആ ഉമ്മ പറഞ്ഞു. ആ സഹോദരിമാർക്ക് നല്ലൊരു വിവാഹാലോചന വരാൻ അവർക്ക് നല്ലൊരു വീട് വേണ്ടേ? അവർക്കുമുണ്ടാകില്ല ഒരുപാട് സ്വപ്നങ്ങൾ. ഈ പ്ലാസ്റ്റിക് ഷെഡിലേക്ക് ആരാണ് വിവാഹജനുമായി വരുന്നത്? കരഞ്ഞു കലങ്ങിയ കണ്ണുമായി സർവ്വതും പടച്ച തമ്പുരാനിൽ അർപ്പിച്ച് ആ ഉമ്മയുടെ കണ്ണീരിന് നമുക്കൊരു പരിഹാരമേകണ്ടേ? അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും ഇവരെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാക്കാൻ TM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്ന പരിശ്രമത്തിൽ നിങ്ങളും കൈകോർക്കുക.